ഇമാജിംഗ് സർവീസ്. നമ്മുടെ രോഗങ്ങളെ ഏതാണ് രോഗം എന്ന് ഡയഗ്നോസ് ചെയ്യുകയും അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് നടത്തുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ദ മെഡിസിൻ യൂസേഴ്സ് ഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് ഡയഗ്നോസിക് ഡിസീസസ് ഈസ് നോൺ ആസ് റേഡിയോളജി. അതായത് മെഡിസിന്റെ തന്നെ ഒരു ഭാഗമാണ്. റേഡിയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. എന്തിനു വേണ്ടിയിട്ട്? ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസസ്. ഈ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ റേഡിയോളജിയെ അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് ഓഫ് റേഡിയോളജി എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്. അതായത് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയും ഇന്റർവെൻഷണൽ റേഡിയോളജിയും. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഗത്തെ കണ്ടെത്തുക. രോഗത്തെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ സഹായം ആവശ്യമാണ്. എ പേഴ്സൺ ഹു സ്പെഷ്യലൈസ് ഇൻ ദ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഈസ് നോൺ ആസ് റേഡിയോളജിസ്റ്റ്. അപ്പൊ ഈ റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഏത് അവയവത്തിനെയാണോ ബാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ എന്ത് രോഗമാണെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പൊ ആ രോഗങ്ങൾ കണ്ടെത്തുകയും രോഗലക്ഷണം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യണം. അപ്പൊ നമുക്ക് രോഗലക്ഷണം എത്രത്തോളം, ആ രോഗം എത്രത്തോളം നമ്മുടെ ശരീരത്തിനെ ബാധിച്ചു, ഇനി നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് നമ്മുടെ ശരീരത്തിന് എഫക്റ്റീവ് ആകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CT, CAT, MRI, MRA, ഫ്ലൂറോസ്കോപ്പി, മമോഗ്രാം, അതേപോലെ തന്നെ മറ്റൊന്നാണ് PECT. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന എക്സ്റേ ഈസ് ഓൾസോ എ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് കിരണങ്ങൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എവിടെയാണോ ഫ്രാക്ചർ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് പ്രശ്നം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ്റേ ഈസ് ഓൾസോ എ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഇനി രണ്ടാമത്തതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ള ഉള്ളിലേക്ക് ബാധിച്ചിട്ടുള്ള രോഗങ്ങളെയാണ് നമ്മൾ ഈ റേഡിയോളജിക്കൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇന്റർവെൻഷണൽ റേഡിയോളജി ടെസ്റ്റ് ചെയ്യുന്ന ആ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള റേഡിയോളജിസ്റ്റിന് ചെറിയ കട്ട് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഈ രോഗം ബാധിച്ചിട്ടുള്ള അവയവം കട്ട് ചെയ്തെടുക്കണം. അതിനൊരു സ്മോൾ ഇൻസിഷൻ നമ്മുടെ ശരീരത്തിൽ വിത്തൗട്ട് ബ്ലീഡിങ്, അവിടെ എന്തുണ്ടാവില്ല, ഹെവി ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു ഹോള് വെച്ചിട്ട് അതിനുള്ളിലേക്ക് ആ ഹോളിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഓർഗൻസ്, നമുക്ക് ഏത് ഭാഗമാണ് കോമൺ ആയിട്ട് നമ്മുടെ ലിവർ ഡിസീസസ്, അതായത് ലിവറിൽ എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാവുക, നമ്മുടെ യൂട്രസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫൈബ്രോയിഡോ അല്ലെങ്കിൽ പോളിപ്പുകളോ ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഗത്ത് നിന്ന് നമുക്ക് ചെറിയൊരു സ്മോൾ ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടെ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ആൻജിയോഗ്രാം സ്റ്റെന്റ് പ്ലേസ്മെന്റ്, നമ്മൾ ആ സ്റ്റെന്റ് ഇടുന്ന സമയത്ത് നമുക്ക് ആരുടെ ആവശ്യമാണ്? ഈ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെ ആവശ്യമാണ്. മറ്റൊന്നാണ് ഈ എംബോളൈസേഷൻ ഓഫ് ബ്ലീഡിംഗ്. നമുക്ക് ഹൈ ആക്റ്റീവ് ആയിട്ടുള്ള കിരണങ്ങളെ കടത്തി വിട്ടിട്ട്, അതിപ്പോ സപ്പോസ് ഞാനിപ്പോ പറയുകയാണെങ്കിൽ യൂട്രസിൽ ഒരു പോളിപ്പ് ഉണ്ടെങ്കിൽ ആ യൂട്രസിലുള്ള പോളിപ്പിനെ നമുക്ക് റിമൂവ് ചെയ്യണം. പക്ഷെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, ഒരു ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഹൈ ആക്റ്റീവ് ആയിട്ടുള്ള കിരണങ്ങളെ കടത്തിവിടും. എന്നിട്ട് പാടെ അവിടുന്ന് അതിനെ കഴിച്ചെടുക്കുക. നമ്മുടെ ഏത് ഭാഗത്താണോ ബാധിച്ചത്, നമുക്കറിയാം കോമൺ ആയിട്ട് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ എന്താണ്, ആ ഭാഗത്തുള്ള കോശങ്ങളെ കംപ്ലീറ്റ് കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ എംബോളൈസേഷൻ വരുന്നത്. നമുക്ക് അവിടെ ബ്ലീഡിങ് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ ഹോട്ട് അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് കിരണങ്ങളെ കടത്തി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഭാഗത്തെ റിമൂവ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആരുടെ സഹായം ആവശ്യമാണ്? നമുക്കൊരു റേഡിയോളജിസ്റ്റിന്റെ, അതായത് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെയും അതേപോലെ തന്നെ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടെ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യുന്നു. നമ്മൾ ഈ ഇന്റർവെൻഷണൽ റേഡിയോളജി ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് ഒരു സ്മോൾ കട്ട് അല്ലെങ്കിൽ ചെറിയ ഇൻസിഷൻസ് നമ്മൾ ബോഡിയിൽ ഉണ്ടാകുന്നു. പക്ഷെ അതെന്തല്ല, ഒരു വലിയൊരു ഹെവി ബ്ലീഡിംഗ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കട്ടുകളില്ല. ഇനി അങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബയോപ്സി ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പേഷ്യന്റിന്റെ ഫിസിക്കൽ കണ്ടീഷൻസ് അനുസരിച്ച് അവിടെ ഒരു ചില സമയത്ത് 24 മണിക്കൂർ കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയാ, ഒരു 2 to 4 hours അല്ലെങ്കിൽ ഒരു 5 to 6 hours അത്രയും അവർക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിരിക്കുള്ളൂ. കാരണം ഒരു ഷുഗർ പേഷ്യന്റോ ഹാർട്ട് പേഷ്യന്റോ അല്ലാത്ത ഒരാൾക്ക് ആ ബ്ലീഡിംഗ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാം, വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇന്റർവെൻഷണൽ റേഡിയോളജി ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കട്ട് എന്തായിരിക്കില്ല, ഒരിക്കലും ഒരു
ഹെവി ബ്ലീഡിങ് ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കില്ല എന്തുണ്ടാക്കുന്നത് അവിടെ ഉണ്ടാക്കുന്ന ഇൻസിഷൻസ്. ഇനി ഇത് കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞ ആൻജിയോഗ്രാഫി, ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെം പ്ലേസ്മെന്റ്, അതേപോലെ തന്നെ എംബോളൈസേഷൻ ഓഫ് ബ്ലീഡിംഗ്. മറ്റൊന്നാണ് വെർട്ടിബ്രോപ്ലാസ്റ്റി, അതേപോലെ തന്നെ ട്യൂമർ അബ്ലാഷൻ. ട്യൂമർ അബ്ലാഷൻ ചെയ്യുന്ന സമയത്ത് റേഡിയോ ഫ്രീക്വൻസി അബ്ലാഷൻ, അതായത് ഹൈ ആക്റ്റീവ് ആയിട്ടുള്ള ഫ്രീക്വൻസി കിരണങ്ങളെയാണ് കടത്തിവിടുന്നത്. മറ്റൊന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള മൈക്രോവേവ് അബ്ലാഷൻ, അതേപോലെ തന്നെ UAE മീൻസ് യൂക്രൈൻ ആർട്ടറി എംബോളൈസേഷൻ, അതേപോലെ തന്നെ ഫീഡിംഗ് ട്യൂബ് റീപ്ലേസ്മെന്റ്. ഈ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. അടുത്തത് പോലെയാണ് നമ്മൾ എക്സാമ്പിൾ ഓഫ് റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ. അതായത് ഈ റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. ഓരോ ദിവസത്തെ പ്രോഗ്രാമുകൾ നമ്മൾ എന്താണെന്ന് ഷെഡ്യൂൾ ചെയ്യണം. അതിന് മുൻപ് നമ്മൾ പേഷ്യൻസ് നമുക്ക് റേഡിയോളജിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് എന്ത് ചെയ്യണം, അവർ ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കേസിൽ നമ്മൾ അത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കും. എന്നാൽ ഒരു ജസ്റ്റ് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റേഡിയോളജിക്കൽ ബയോപ്സി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ ഏതൊക്കെ ഓർഗനാണ് നമുക്ക് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ട് ഷെഡ്യൂൾഡ് ചെയ്ത് അവരവിടുന്ന് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് റിസൾട്ടൊക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടുന്ന് നമുക്ക് പ്രൊസീജിയർ ചെയ്ത് നമുക്ക് കിട്ടുന്നുള്ളൂ. അതിന്റെ തന്നെ മറ്റൊന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ഓഫ് റേഡിയോളജി. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ഓഫ് റേഡിയോളജി എന്ന ആ പേഴ്സണായിരിക്കും കംപ്ലീറ്റ് അവിടെ ഇരുന്ന എല്ലാ റേഡിയോളജിക്കൽ ടെസ്റ്റിന്റെയും ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുക്കുന്നത് ഈ ഒരു വ്യക്തിയാണ്. ഈ റേഡിയോളജിയിൽ തന്നെ ന്യൂ ചാലഞ്ചസ്, അതേപോലെ തന്നെ ദാറ്റ് റിക്വയർ ന്യൂ സ്കിൽസ് റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിംഗ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്, ലീഡിംഗ്, കോച്ചിങ് ആൻഡ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, managing and facilitating challenge, analyzing opportunity, analyzing administrative data, creating and justifying budgets, അതേപോലെ തന്നെ managing customer relations. ഇതൊക്കെയാണ് നമ്മൾ അവരുടെ ന്യൂ സ്കിൽസ് ആൻഡ് അതേപോലെ തന്നെ ചാലഞ്ചസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇൻ 2002 അതായത് റേഡിയോ അഡ്മിനിസ്ട്രേറ്റീവ് സർട്ടിഫിക്കേഷൻ കമ്മീഷൻ പറഞ്ഞത് ഒരു CRA കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നമ്മുടെ ഈ റേഡിയോളജിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന രീതിയിൽ എല്ലാ കൈകാര്യങ്ങളും ചെയ്യാനുള്ള എന്താ പറയുക അവർക്ക് ആ ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ സഹായത്തോടു കൂടെ മാത്രമേ ഒരു റേഡിയോളജിക്കൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിലേക്ക്, അതായത് സർട്ടിഫൈഡ് റേഡിയോളജി അഡ്മിനിസ്ട്രേറ്റർ എന്ന ആ ഒരു പോസ്റ്റിംഗിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തതാണ് മെഡിക്കൽ ഡയറക്ടർ. അതായത് ഒരു മെഡിക്കൽ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോളജി അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് മെഡിക്കൽ ഡയറക്ടർ, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ചെയർ. ഇനി ഈ മെഡിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അതേപോലെ തന്നെ ചെയ്യുക. ഒരു പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് ഷെഡ്യൂൾഡ് ചെയ്യുക, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ, അവിടെ നമ്മുടെ ഇൻഷുറൻസ് പോളിസി റിന്യൂവൽ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യുക, അതേപോലെ തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ മറ്റൊന്നാണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് പാലിച്ചുകൊണ്ടാണ് ആ റേഡിയോളജിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവിടെ ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് മെഡിക്കൽ ഡയറക്ടർ, അതായത് അതിന്റെ MD. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ചെയർ, അതായത് മെഡിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ റേഡിയോളജി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ചെയറിന്റെ എല്ലാ ഓർഗനൈസേഷനിലും സ്റ്റാഫുകളെ കോർഡിനേറ്റ് ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ എല്ലാ പ്രോസസ്സും കൃത്യമായ രീതിയിലാണോ നടക്കുന്നത് എന്ന് നോക്കിയിട്ട് അവരെ സഹായിക്കാനുള്ള മറ്റൊരു വ്യക്തിയാണ് ഡിപ്പാർട്ട്മെന്റ് ചെയർ. ഇനി റേഡിയോളജിയിൽ വരുന്നതാണ് അതർ ഹെൽത്ത് കെയർ സിസ്റ്റംസ്. അതായത് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സുകളും ഒരു ക്ലിനിക്ക് രൂപത്തിൽ അല്ലേ. അപ്പൊ ആ ക്ലിനിക്കുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഇമാജിംഗ് സർവീസുകൾ അല്ലെ. ഇമാജിംഗ് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോളജിക്കൽ ടെസ്റ്റുകളാണ്. അപ്പൊ അവിടെ തന്നെ എന്തുണ്ടാകും, നമുക്കൊരു ഫിസിഷ്യൻ ഓഫീസ് ഉണ്ടാകും. ആ ഫിസിഷ്യൻ തന്നെയായിരിക്കും അതിന്റെ ഓണറായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക അതിന്റെ അതൊരു ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പൊ ആ ഫിസിഷ്യനെ കാണണമെങ്കിലും നമുക്ക് അതേപോലെ തന്നെ റേഡിയോളജിക്കൽ ടെസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ആ ക്ലിനിക്കിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്നാണ് ഇമാജിംഗ് സെന്റർ. അതായത് ഇമാജിംഗ് സെന്റർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഏതൊരു റേഡിയോളജിക്കൽ സെന്ററും വരുന്നത്. അല്ലാതെ തന്നെ
തന്നെ അതുമായി ബന്ധപ്പെട്ടല്ലാതെ തന്നെ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ നമുക്ക് എന്തുണ്ട് ഇപ്പോ റേഡിയോളജിക്കൽ ഇമാജിംഗ് സെന്റേഴ്സുകളുണ്ട്. ഇനി മറ്റൊന്നാണ് മൊബൈൽ ഇമാജിംഗ്. അതായത് 1980 ഫസ്റ്റ് ആയിട്ട് ഇത് ഡെവലപ്മെന്റ് ചെയ്തത്. ആ മൊബൈൽ ഇമാജിംഗ് സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്, അവിടുന്ന് ആ ഇമാജിംഗ് സെന്റേഴ്സിൽ വെച്ചിട്ട് നമുക്ക് എന്താണോ റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത് മാത്രം ചെയ്തു കിട്ടും. ഇനി മറ്റൊന്നാണ് എമർജൻസി ഓർ അർജന്റ് കെയർ സെന്റർ. നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന CT, CAT, MRI പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, എമർജൻസി ഓർ അർജന്റ് കെയർ സെന്ററുകളും ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് സെന്റർ. ഔട്ട് പേഷ്യന്റ് സർവീസ് സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റേഡിയോളജിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്യണം. ഈ റേഡിയോളജിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതെ മറ്റൊരു സെന്റർ, അത് എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് ഫേം ആയിരിക്കാം, ആ പ്രൈവറ്റ് ഫേമിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുന്ന് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡസ്ട്രി ആൻഡ് റിസർച്ച്, അത്തരത്തിലുള്ള റേഡിയോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല ഇൻഡസ്ട്രികളുണ്ട്. അതേപോലെ തന്നെ റിസർച്ച് സെന്ററുകളും നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്താണ്, നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സെന്ററിൽ പോയിട്ട് നമുക്ക് ചെയ്യേണ്ട പ്രൊസീജിയറുകളൊക്കെ എന്താണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തില്ല, അവിടെ ട്രീറ്റ്മെന്റിന് കിട്ടണമെങ്കിൽ ഡിലേ വരില്ല. കാരണം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഫിസിഷ്യനെ കണ്ട് നമുക്ക് ആ എന്താണോ അതിന്റെ അടുത്ത പടിയായിട്ട് നമുക്ക് ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണോ അത് നമുക്ക് എളുപ്പം തന്നെ ചെയ്യാം. അവിടെ എന്ത് വരുന്നില്ല, ആ ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ രോഗം ഡയഗ്നോസ് ചെയ്യാനോ ഡിലേ ആകുന്ന ഒരു പ്രശ്നം നമുക്ക് അവിടെ ഉണ്ടാകുന്നില്ല. ഒരു റേഡിയോളജിയുടെ അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറയുന്നത് അവിടെ വരുന്ന പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയ, റിസപ്ഷൻ ഉണ്ടാകും, അതേപോലെ തന്നെ രജിസ്ട്രേഷൻ കൗണ്ടർ, അതേപോലെ തന്നെ ഹെഡ് ഓഫീസ്, അതായത് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആരാണോ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫ് ആരാണോ അവരെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഓഫീസുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് സപ്ലൈസ്, അവിടെ എന്തൊക്കെ എക്യുപ്മെന്റ്സ്, എന്തൊക്കെ മെഡിസിൻസ് വേണം അതിനുള്ള സെന്ററുകൾ ഉണ്ടാകും. ഇനി മറ്റൊന്നാണ് സേഫ്റ്റി കൺസിഡറേഷൻ. അതായത് നമുക്കറിയാം എപ്പോഴും ഒരു റേഡിയോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ ഹൈലി ആക്റ്റീവ് റേസ് ഉണ്ടാകും. അപ്പൊ ആ ഹൈലി ആക്റ്റീവ് റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ വേണം ആർക്ക്, അവിടെ ഉണ്ടാകുന്ന സ്റ്റാഫിനും അതേപോലെ തന്നെ പേഷ്യന്റിനെയും എന്ത് ചെയ്യണം, അവിടുന്ന് ആ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ അവരുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ അവരെ പ്രൊട്ടക്ഷൻ കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് അവിടുന്ന് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫ് ആണെങ്കിൽ ഒരു റേഡിയോളജിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ റൂമിൽ ഉണ്ടാകില്ല, അവരതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഡാർക്ക് റൂം ഉണ്ടാവും. അവിടെ നിന്നുകൊണ്ടാണ് പേഷ്യന്റിന് എല്ലാ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അവിടെ നിന്നാണ് അവർ ആ പ്രൊസീജിയറുകൾ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമുക്കറിയാം ഒരു എക്സ്റേ സെന്റർ ആയിക്കോട്ടെ, അവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ടാവും, ഹൈലി ആക്റ്റീവ് എക്സ്റേ കിരണങ്ങളാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ അടുത്ത് അനധികൃതമായിട്ട് ആർക്കും അങ്ങോട്ടേക്കുള്ള പ്രവേശനമില്ല. ആ പേഷ്യന്റ് ആരാണോ അവർക്ക് മാത്രമേ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്താണ്, ഈ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പേഷ്യന്റ് അല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ഈ റൂമിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഇതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട സേഫ്റ്റി, സുരക്ഷ. അതായത് പേഷ്യന്റിന്റെയും പബ്ലിക്കിൻ്റെതും അതേപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫിൻ്റെതും സേഫ്റ്റിയാണ് നമ്മൾ ഫസ്റ്റ് അവിടെ പ്രയോറിറ്റി നമ്മൾ നൽകുന്നത്.